പിന്നെ സിഗരറ്റിൻ്റെ കാര്യം ഇത് ലിറ്ററലി ഡൽഹിയിലെന്ന് വെച്ചാൽ ഡൽഹി ക്യാമ്പസുകളെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ആ ഒരു അഭിമാനമാണ്. കൂളാണ്, ഭയങ്കര കൂൾ അച്ചിലാണ്. അത് ബ്രോ എന്ന് അത് തോളിലൊക്കെ കൈയിട്ട് വലിക്കുക ചെയ്യാം. അപ്പം നമ്മൾ ഓൺ കോളജിസ്റ്റാണ്, നമ്മൾ ചായ കുടിക്കാൻ പോകും. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു 12 ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും ഇവരൊരു ഗ്രൂപ്പായിരുന്നു ഭയങ്കര ചർച്ച, ഫാൽത്തു ചീസ് വേസാണ് ചർച്ച. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഒരു സിഗരറ്റ് ഉണ്ടാവും. അവരുടെ വിചാരം എന്ന് വെച്ചാൽ സ്ലിം സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമൽ സിഗരറ്റ് വേണം, സ്ലിം സിഗരറ്റ് വേണം, അതിൽ മെന്തോളം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ സ്ലിം സിഗരറ്റ് ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ വലിക്കുകയായിരിക്കും ചെയ്യുക. ഇത് ഈ വലിക്കുന്ന സിഗരറ്റൊക്കെ ഇവരുടെ ശരീരം മാത്രമല്ല ഡാമേജ് ചെയ്യുന്നത്, ലിറ്ററലി ഇവരെ ജേം സെൽസ് എന്ന് പറയും, നമ്മൾ കുട്ടികളുണ്ടാക്കുന്ന ജേം സെൽസ് ഉണ്ടല്ലോ, അതിനവരെ ഇതിൽ ഡാമേജ് ചെയ്യും. അതൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ജനിക്കാൻ പോകുന്ന ഓഫ് സ്പ്രിങ്ങിൽ വരെ ആ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ആണുങ്ങളും അതുപോലെ തന്നെയാണ്. പലപ്പോഴും പറയും നമ്മൾ ലങ് ക്യാൻസർ വന്നിട്ടില്ല, എൻ്റെ വല്യപ്പ 40 കൊല്ലം വലിച്ചു, ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാനും വലിക്കാണ്. പലപ്പോഴും നമ്മളെ ജനറ്റിക് കോമ്പനൻറ്റ് മാറിപ്പോകണം. നമ്മളെ കുട്ടികളുണ്ടാക്കണം, ജേം സെൽസിൽ മാറ്റം വരാം. അത് കാരണം ഏത് അസുഖം വരാൻ പറ്റും, ക്യാൻസർ എന്നല്ല, ഏത് അസുഖം വരാൻ പറ്റും. അപ്പം ജനിക്കുന്ന കുട്ടിക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റായിട്ട് അസുഖമായിരിക്കും കൊടുക്കാം ഈ സ്മോക്കിംഗ് കാരണം.